ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധം ആരംഭിക്കുകയാണ്. സത് ധർമ്മനിരൂപണം ആണ് അഷ്ടമസ്കന്ധത്തിലെ മുഖ്യ പ്രതിപാദ്യം. സത് ധർമ്മ നിരൂപണം. മനസ്സിൻ്റെ ദുഷ്ടതകൾ നീങ്ങാൻ ചക്രവർത്തിമാരായ മനുക്കൾ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളും സദ്ധർമ്മങ്ങളും ഇതിൽ വിവരിക്കുന്നു. ശാരിക പൈതൽ ആലസ്യം വെടിഞ്ഞ് കൃഷ്ണകഥ പറഞ്ഞു തുടങ്ങുകയായി. മന്വന്തരങ്ങളാണ് ആദ്യം. മന്വന്തരങ്ങൾ തോറും ഭഗവാൻ അവതരിക്കുന്നു. പല പേരുകളിൽ ഭഗവാൻ അവതരിക്കുന്നു. സ്വയംഭുവ മനു ആദ്യത്തെ മനുവാണ്. അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ഭഗവാൻ കപിലമുനിയായി അവതരിച്ചു. മറ്റൊരു അവതാരം യജ്ഞമൂർത്തിയാണ്. തൃതീയ സ്കന്ധത്തിൽ കപിലകഥ വിസ്തരിക്കപ്പെട്ടിട്ടുള്ളത് ഓർക്കുമല്ലോ. ഇവിടെ യജ്ഞകഥ വിവരിക്കുന്നു. സ്വയംഭുവ മനു പുത്രന്മാരെ രാജ്യഭാരമേൽപ്പിച്ച് വനാന്തരങ്ങളിൽ പോയി തപസ്സിൽ മുഴുകി. സമാധിയിലിരുന്ന അദ്ദേഹത്തെ പിടിച്ചു തിന്നാൻ രാക്ഷസന്മാരെത്തി. അപ്പോൾ യജ്ഞൻ സ്വപുത്രന്മാരായ യാമന്മാരുമായി അവിടേക്ക് വരികയും രാക്ഷസന്മാരെ കൊന്ന് സ്വയംഭുവ മനുവിനെയും ത്രിലോകങ്ങളെയും രക്ഷിക്കുകയും ചെയ്തു. ഇനി അടുത്ത മനുവിൻ്റെ കാലം അഗ്നിപുത്രനായ സ്വാരോചിഷനായിരുന്നു. രണ്ടാമത്തെ മനു. സ്വാരോചിഷൻ്റെ പുത്രന്മാർ ദ്യുമ്നനും സുഷേണനും. ഓരോ മന്വന്തരത്തിലും 6 സംഘങ്ങളുണ്ടാവുമത്രേ. മനുപുത്രന്മാർ, ദേവന്മാർ, ഋഷികൾ, ദേവേന്ദ്രൻ, അംശാവതാരം ഇവരടങ്ങിയതാവും ഒരു മന്വന്തരം. അന്നത്തെ അംശാവതാരം വിഭു എന്നറിയപ്പെട്ടു. ബ്രഹ്മചര്യത്തിൻ്റെ മാഹാത്മ്യ കീർത്തനമായിരുന്നു വിഭുവിൻ്റെ അവതാര ഉദ്ദേശ്യം. 80,000 ഋഷിമാർ വിഭു പറഞ്ഞതു കൊടുത്തത് വണ്ണം ബ്രഹ്മചര്യം മുറതെറ്റാതെ അനുഷ്ഠിച്ചു. 3-ാം മനു പ്രിയവ്രതൻ്റെ പുത്രനായ ഉത്തമനാണ്. ആ മനുവിൻ്റെ പുത്രന്മാർ പവനൻ, സൃജ്ഞയൻ, യജ്ഞഹോത്രൻ എന്നിവർ. സത്യസേനൻ എന്ന പേരിലാണ് അന്ന് ഭഗവാന്റെ അവതാരമുണ്ടായത്. യക്ഷരാക്ഷസന്മാരെ ശിക്ഷിച്ച് ഭഗവാൻ ലോകത്തിൽ ധർമ്മം ഊട്ടിയുറപ്പിച്ചു. ഉത്തമൻ എന്ന മനുവിൻ്റെ അനുജനായ താമസനായിരുന്നു 4-ാം മനു. താമസന് പൃഥു എന്നും ഖ്യാതി എന്നും പുത്രന്മാരുണ്ടായി. ത്രിശിഖൻ അന്നത്തെ ദേവേന്ദ്രൻ, ജ്യോതിർധാമൻ തുടങ്ങിയവർ അന്നത്തെ ഋഷികൾ, ഹരികൾ, സത്യകാമന്മാർ മുതലായവർ ദേവകൾ. ഈ മന്വന്തരത്തിലും ശ്രീഹരി അവതരിച്ചു. ഹരിമേധാവിന് ഹരിണി എന്ന ഭാര്യയിൽ ശ്രീഹരി പിറന്നു. വലിയ മുതലയുടെ വായിൽ നിന്നും ഗജേന്ദ്രനെ രക്ഷിക്കുകയായിരുന്നു അവതാരോദ്ദേശ്യം. ഭക്തപ്രിയനാണ് ഹരി. അദ്ദേഹത്തെ പോലെ ഭക്തരക്ഷണം ചെയ്യുന്നവരാരുണ്ട്? ശുകബ്രഹ്മർഷി ഇவ்விധം പറഞ്ഞപ്പോൾ ഒട്ടും ചുരുക്കാതെ അക്കഥ തനിക്ക് കേൾക്കണമെന്നായി പരീക്ഷിത്ത്. അപ്പോൾ ശുകബ്രഹ്മർഷി വിവരിച്ചു തുടങ്ങി. ഗജേന്ദ്രമോക്ഷം ആണ് അടുത്ത ഭാഗം. ഇന്ദ്രദ്യുമ്നൻ എന്നൊരു പാണ്ഡ്യരാജാവുണ്ടായിരുന്നു. വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം മലയപർവ്വതത്തിൻ്റെ താഴ്വരയിൽ പോയി കുറച്ചു കാലം ഭഗവത് ധ്യാന നിരതനായി കഴിച്ചുകൂട്ടി. അവിടേക്ക് ഒരു നാൾ അഗസ്ത്യ മഹർഷി വന്നെത്തി. സമാധിസ്ഥനായിരുന്ന രാജാവ് മഹർഷി വന്നത് അറിഞ്ഞില്ല. ധിക്കാരിയാണ് രാജാവെന്ന് കരുതി അഗസ്ത്യൻ മിണ്ടാപ്രാണിയായ കാട്ടാനത്തലവനായി തീരട്ടെ എന്ന് രാജാവിനെ ശപിച്ചു. പിന്നീട് ഭടന്മാർ പറഞ്ഞ് വിവരങ്ങൾ അറിഞ്ഞ രാജാവ് ഖിന്നനായി. പിന്നാലെ ചെന്ന് ക്ഷമായാചനം ചെയ്ത് പ്രണമിച്ച് കാര്യങ്ങൾ അറിയിച്ചപ്പോൾ
അഗസ്ത്യന് സത്യാവസ്ഥ മനസ്സിലായി. കഥയറിയാതെ ഞാൻ ശാപങ്ങൾ ചൊരിഞ്ഞത് വിധിയോഗമെന്ന് കരുതുക. എന്തോ കർമ്മദോഷം കൊണ്ടാണ് നിനക്കിങ്ങനെ പിണഞ്ഞത്. നീ കാട്ടാനകളുടെ കൂട്ടത്തിൽ ചേർന്നു നടക്കുമ്പോഴും ഭഗവത് സ്മരണയോടെ കഴിയുക. ക്രമേണ നിനക്ക് വിഷ്ണുപ്രസാദം ലഭിക്കും. ഇങ്ങനെ പറഞ്ഞ് മഹർഷി ഇന്ദ്രദ്യുമ്നനെ അനുഗ്രഹിച്ചു. അതോടെ രാജാവ് കാട്ടാനത്തലവനായി പുതിയ ജീവിതം തുടങ്ങി. പിടിയാനകളുമായി ചേർന്ന് മരക്കൂട്ടങ്ങളെ കുത്തിയും പുഴക്കിയെറിഞ്ഞും ഞെരിച്ചൊടിച്ചും ചീന്തിത്തിന്നും തിമിർത്താടി. പിടിയാനകളുമായി ഇണചേർന്ന് രമിച്ചു. അവൻ്റെ ഗന്ധം ശ്വസിച്ചതോടെ സിംഹങ്ങൾ പോലും ഓടി ഒളിച്ചു. കാടും മേടും നാടും ചുറ്റിക്കറങ്ങി സരോവരങ്ങളിൽ സ്നാനം ചെയ്ത് പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിക്കയറി ആ കാട്ടാനത്തലവൻ സന്തോഷിച്ചു. ഇങ്ങനെ പുണ്യനദീ തീർത്ഥങ്ങളിൽ കുളിക്കുകയും അവയിൽ ജലം പാനം ചെയ്യുകയും മൂലം താൻ അറിയാതെ തന്നെ അവൻ പാപവിമുക്തനായിക്കൊണ്ടിരുന്നു. കാട്ടാനയുടെ കുറുമ്പുകളിലും വിലാസങ്ങളിലും മുഴുകിക്കഴിയുമ്പോഴും പൂർവജന്മ വാസന കൊണ്ടാവാം അവൻ്റെ ഉള്ളിൽ വിഷ്ണുഭക്തി പ്രകാശിച്ചു തന്നെ നിന്നു. ദിനം പ്രതി ഭഗവാന്റെ പാദപങ്കജങ്ങളെ സ്മരിക്കാതിരുന്നില്ല. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പാലാഴി മധ്യത്തിലുള്ള ത്രികൂട പർവ്വതത്തിൻ്റെ സാനുപ്രദേശമായിരുന്നു അവൻ്റെ വിഹാരരംഗം. യക്ഷകിന്നരാദികൾ വന്നു പോകുന്ന ഇടമായിരുന്നു അത്. സമൃദ്ധി നിറഞ്ഞ ആ പ്രദേശത്ത് എപ്പോഴും പാൽക്കടലിൽ നിന്നുയരുന്ന ശീതമാരുതൻ തണുപ്പ് ചൊരിഞ്ഞുകൊണ്ടിരുന്നു. സർവ്വ ഋതുക്കളിലും രാമണീയകം ആയിരുന്നു അവിടം. വരുണൻ്റെ ഋതുമത് എന്നു പേരായ ഉദ്യാനം കണ്ണിണയ്ക്ക് ആനന്ദം നൽകിക്കൊണ്ട് ആ പ്രദേശത്തെ ദേവഭൂമി പോലെ ചേതോഹരമാക്കി. ഈശ്വരകൃപ കിട്ടിയവർക്ക് മാത്രമേ അവിടെ എത്തി നോക്കാനാകൂ. പിടിയാനകളും കാട്ടാനകളും കുട്ടിയാനകളുമായി കാട്ടാനത്തലവൻ ഋതുമത്തിലെ സരസിൻ്റെ പാർശ്വത്തിലെത്തി. താമരപ്പൊയ്ക അവനെ വല്ലാതെ ആകർഷിച്ചു. ആനകൾക്ക് താമരവളയങ്ങളോട് ആസക്തിയാണല്ലോ. അതും ഭക്ഷിച്ച് കുളിർജലം കുടിച്ച് പൊയ്കയിൽ ഇറങ്ങി നിന്ന ഗജേന്ദ്രനെ കൂറ്റനായ മുതല ആക്രമിച്ചു. അവൻ്റെ കാലിൽ കടന്നു പിടിക്കുകയും ചെയ്തു. ദേവലൻ എന്ന ഋഷിയുടെ ശാപമേറ്റുവാങ്ങി ശാപമോക്ഷവും കാത്തു കിടക്കുന്ന ഹൂഹു എന്ന ഗന്ധർവനായിരുന്നു ആ മുതല. പിടിയും വലിയുമായി ആനയും മുതലയും തമ്മിൽ ഇടഞ്ഞു. വേദന കൊണ്ട് ആന ആർത്തലറി. കൂട്ടാനകൾ ഗജേന്ദ്രനെ കരയിലേക്ക് വലിച്ചു കയറ്റാൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. മുതലയുടെ പിടിയിൽ നിന്നൂരാൻ ആനയും ആനയെ വെള്ളത്തിൽ വലിച്ചു താഴ്ത്താൻ മുതലയും ഉറ്റു ശ്രമിച്ചുകൊണ്ടിരുന്നു. 1000 ആണ്ടോളം അതങ്ങനെ തുടർന്നു. ഗജേന്ദ്രൻ്റെ ഞാനെന്ന ഭാവം പൂർണ്ണമായും നശിച്ചു. ഇനി രക്ഷ ആപൽ ബാന്ധവനായ മഹാവിഷ്ണുവാണെന്ന് ഉറച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. സ്തോത്രങ്ങളും നാമങ്ങളും ഉരുവിട്ടു. തടാകത്തിലെ താമരപ്പൂക്കൾ തുമ്പിക്കരം കൊണ്ട് പറിച്ചെടുത്ത് ഭഗവത് പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചു. ഭക്തനെ രക്ഷിക്കാൻ സമയമായെന്ന് അർത്ഥത്രാണപരായണനായ ഭഗവാൻ അറിഞ്ഞു. അദ്ദേഹം ഗരുഡാരൂഢനായി ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തുമ്പിക്കൈയൊഴികെയുള്ള ശരീരം മുഴുവൻ വെള്ളത്തിലാഴ്ന്ന് മരണാസന്നനായിരിക്കുകയായിരുന്നു ഗജേന്ദ്രൻ. തൻ്റെ ചക്രം കൊണ്ട് ഭഗവാൻ മുതലയുടെ വാ പിളർന്നു ഗജേന്ദ്രനെ ജലത്തിൽ നിന്നും ഉയർത്തി നിർത്തുകയും ചെയ്തു. ചക്രമേറ്റ് ഉടൽ പിളർന്നതോടെ മുതലയ്ക്കും ശാപമോക്ഷമായി. ബാലസൂര്യനെ പോലെ കാന്തിമാനായ ആ ഗന്ധർവൻ ഭഗവാനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയെല്ലാം കേട്ട് ആശ്രിതവത്സലനായ ഭഗവാൻ ഗന്ധർവനെ അനുഗ്രഹിച്ചു. ഗന്ധർവൻ സ്വർഗം പോകുകയും ചെയ്തു. എന്നിട്ട് ഭഗവാൻ ഗജേന്ദ്രനെ തൃക്കൺ പാർത്തു.
തൃക്കൈകൾ കൊണ്ട് അവനെ പതിയെ തലോടി. ഇന്ദ്രദ്യുമ്നന് അപ്പോൾ ഭഗവത് സ്വാരൂപ്യം ലഭിച്ചു. ശാപമുക്തനായ ഇന്ദ്രദ്യുമ്നൻ ആനന്ദം നുകർന്ന് ഭഗവാനൊപ്പം വൈകുണ്ഠത്തിലേക്ക് പോയി. ഇക്കഥ കേൾക്കുന്നവർക്കെല്ലാം പാപമോചനമുണ്ടാകും, അവരെ കലി ബാധിക്കുകയില്ല. ഇങ്ങനെ അരുളി ചെയ്തിട്ട് മഹാവിഷ്ണു ഇന്ദ്രദ്യുമ്നനൊപ്പം തിരോഭവിച്ചു. മന്വന്തര കഥ പിന്നെയും തുടർന്നു. രൈവതകം എന്നു പേരുള്ള 5-ാം മന്വന്തരത്തിൽ മനുവായത് താമസന്റെ സഹോദരനായ രൈവതൻ, അയാളുടെ പുത്രന്മാർ അർജുനൻ, ബലിവിന്ധ്യൻ എന്നിവർ. വിഭുവായിരുന്നു ഇന്ദ്രപദവിയിലെത്തിയത്. ഋഷിമാരായത് ഹിരണ്യരോമാവ്, ദേവശിരസ് തുടങ്ങിയവർ. ശുഭ്രൻ, വികുണ്ഠ ദമ്പതികളുടെ പുത്രനായി ഭഗവാൻ വൈകുണ്ഠൻ എന്ന പേരിൽ അവതരിച്ചു. മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താനായി ഈ അവതാരത്തിലാണ് ഭഗവാൻ തൻ്റെ ലോകമായ വൈകുണ്ഠം നിർമ്മിച്ചതത്രേ. 6-ാമത്തെ മനു ചാക്ഷുഷൻ, പുരുഷൻ, സുദ്യുമ്നൻ എന്നിവർ ചാക്ഷുഷൻ്റെ പുത്രന്മാർ. മന്ത്രദ്രുമൻ എന്നായിരുന്നു ആ മന്വന്തരത്തിലെ ഇന്ദ്രൻ്റെ നാമം. ആവിഷ്മൻ, വീരകൻ മുതലായവർ സപ്തർഷികൾ. അക്കാലത്തെ ദേവന്മാർ ആപ്യാദികൾ. വൈരാജൻ്റെയും സംഭൂതിയുടെയും പുത്രനായി അജിതൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. അജിതൻ എന്ന വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയാണ് ദേവന്മാർക്ക് അമൃത് സമ്പാദിച്ചു കൊടുത്തത്. ശുകൻ്റെ കഥാവിസ്താരം ഇത്രയുമായപ്പോൾ പരീക്ഷിത്തിൻ്റെ ജിജ്ഞാസാണ പൊട്ടി. അമൃത് സമ്പാദിച്ച കഥ വിസ്തരിച്ചു തന്നെ അറിയണം എന്ന് രാജാവ് അഭ്യർത്ഥിച്ചു. ശ്രീശുകൻ അപ്പോൾ ആ കഥയുടെ വിശദാംശങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയായി. ഓം നമോ ഭഗവതേ വാസുദേവായ. അടുത്ത ഭാഗം പാലാഴി മഥനം. ഒരിക്കൽ വിദ്യാധരന്മാർ ദുർവാസാവ് മഹർഷിക്ക് എല്ലാ ദിക്കുകളിലും നിറഞ്ഞു പരക്കുന്ന സൗരഭ്യത്തോടു കൂടിയ ദിവ്യഹാരം സമ്മാനിച്ചു. മാല സ്വീകരിച്ച ശേഷം മഹർഷി വിദ്യാധരന്മാരെ അനുഗ്രഹിച്ചയച്ചു. ഈ മാല തപസ്വിയായ തനിക്കെന്തിനാണ്? പിന്നെ ഇതാർക്ക് നൽകുമെന്ന് ആയി മഹർഷിയുടെ ആലോചന. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കായാലോ? ലോകപാലകന്മാർക്കായാലോ? ഒടുവിൽ ഇന്ദ്രനു നൽകുന്നതാണ് നല്ലതെന്ന് മഹർഷി നിശ്ചയിച്ചു. തന്നെ ദുർവാസാവ് ഓർമ്മിക്കുന്ന വിവരം ഇന്ദ്രൻ അറിഞ്ഞതും ഉടനെ തന്നെ ഐരാവതത്തിൻ്റെ മുകളിലേറി മഹർഷിയുടെ മുന്നിലെത്തി. മഹർഷി സന്തോഷത്തോടെ ആ വിശിഷ്ടമായ ഹാരം ഇന്ദ്രന് സമ്മാനിച്ചു. തലമുടി കോതി ഒതുക്കിയിട്ട് വേണമല്ലോ ഹാരം അണിയാൻ. ഇന്ദ്രൻ മാല ആനയുടെ മസ്തകത്തിൽ വെച്ചിട്ട് മുടി കോതി ഒതുക്കാൻ ശ്രമം തുടങ്ങി. പെട്ടെന്ന് 4 ഭാഗത്തു നിന്നും തേനീച്ചക്കൂട്ടം പാറി വന്ന് അണഞ്ഞു. ഐരാവതത്തിൻ്റെ ചെവികളും കണ്ണുകളുമെല്ലാം ഷഡ്പദങ്ങൾ വന്ന് പൊതിയുകയായി. ആനയ്ക്ക് ആ ശല്യം അസഹ്യമായി അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അത് മസ്തകത്തിൽ നിന്നും മാല വലിച്ച് തറയിലിട്ട് ചവിട്ടി. ദേവേന്ദ്രൻ ഞെട്ടിപ്പോയി. അപ്പോൾ രോഷാകുലനായ ദുർവാസാവ്, നീയും നിന്റെ പത്നി പൗലോമിയും ദേവന്മാരും ജരാനര ബാധിച്ച് വൃദ്ധരും വിരൂപന്മാരുമായി തീരട്ടെ എന്ന് ഇന്ദ്രനെ ശപിച്ചിട്ട് അവിടം വിട്ടുപോയി. ഇതൊന്നും മനഃപൂർവ്വമല്ലെന്നും അറിയാതെ സംഭവിച്ചതാണെന്നും ശാപത്തിൽ നിന്നും മുക്തി തരണമെന്നും ഇന്ദ്രൻ മഹർഷിയോട് പ്രാർത്ഥിച്ചു. പാലാഴി മതിച്ച് അതിൽ നിന്നുണ്ടാകുന്ന അമൃത് ഭക്ഷിച്ചാൽ ജരാനരകൾ മാറി നിങ്ങൾ യൗവനം തുളുമ്പുന്നവരാകുമെന്നും മാത്രമല്ല അമൃതം കഴിച്ചാൽ രോഗാമയ മരണ ആദികൾ ഉണ്ടാവുക ഇല്ലെന്നും മഹർഷി അറിയിച്ചു. ശാപം ലഭിച്ചതോടെ ദേവലോകം വിരൂപന്മാരുടെയും വൃദ്ധന്മാരുടെയും നാടായി മാറി. ഇന്ദ്രാണിയും മാത്രമല്ല സമസ്ത ദേവന്മാരും ശാപഗ്രസ്തരായി. അവർ വല്ലാതെ വിഷണ്ണരായി. പിന്നെ പാലാഴി കടയാൻ ഉപായമെന്തെന്ന് ഗാഢമായി ആലോചിച്ചു.
എല്ലാവരും കൂടി ബ്രഹ്മദേവനെ കണ്ട് സങ്കടമുണർത്തിക്കുകയായി. ബ്രഹ്മദേവന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ബ്രഹ്മാവ് എല്ലാവരെയും കൂട്ടി മഹേശ്വര സന്നിധിയിലെത്തി. മഹാവിഷ്ണുവിൻ്റെ സഹായമുണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്നായി മഹേശ്വരൻ. അദ്ദേഹം പാർവതിയെയും മക്കളായ ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരെയും ഭൂതഗണങ്ങളെയും ഒപ്പം കൂട്ടി ദേവന്മാരോടൊത്ത് വൈകുണ്ഠത്തിലെത്തി. യോഗനിദ്രയിലായിരുന്നു അപ്പോൾ ഭഗവാൻ. ദേവന്മാരുടെ സ്തുതികൾ കേട്ട് അദ്ദേഹം നിദ്രയിൽ നിന്നുണർന്നു. എല്ലാവരെയും മന്ദസ്മിതം ചെയ്തു കടാക്ഷിച്ചു. ഉണ്ടായ വിവരങ്ങൾ ബ്രഹ്മാവും ശിവനും പറഞ്ഞു കേൾപ്പിച്ചു. ത്രിമൂർത്തികളും അപ്പോൾ ഏകഭാവം വരിച്ചു നിന്നത് ദേവന്മാരെ സംഭ്രമത്തിലും ആനന്ദത്തിലും ആഴ്ത്തി. ഭഗവത് തേജസ്സിനെ നോക്കാനേ കഴിയാതെ അവർ കണ്ണുകൾ അടഞ്ഞവരായി. അവർ ആകാശം, ഭൂമി, ദിക്കുകൾ, സ്വന്തം ശരീരം എന്നിവയെപ്പോലും കണ്ടില്ല. 3 മൂർത്തികളും വീണ്ടും വേർപിരിഞ്ഞു മാറിയതോടെ ദേവന്മാരുടെ വിസ്മയ വിഭ്രമങ്ങൾ അവസാനിച്ചു. വിഷ്ണു വേണ്ട ഉപദേശങ്ങൾ നൽകി. ശത്രുക്കളായ അസുരന്മാരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് വേണം പാൽക്കടൽ കടയാൻ. മന്ദരപർവ്വതത്തെ കടകോലും വാസുകിയെ കയറുമാക്കണം. ദേവാസുരന്മാർ ഒന്നിച്ച് സർപ്പശ്രേഷ്ഠനായ വാസുകിയുടെ തലയും വാലും പിടിച്ചുകൊണ്ട് പാലാഴി കടയുമ്പോൾ അമൃതുണ്ടാവും. അതിനായി അസുരന്മാരെ കൂട്ടിക്കൊണ്ടുവരികയാണ് ആദ്യം വേണ്ടത്. ശത്രുക്കളുടെ സഹായം പോലും ചിലപ്പോൾ ആവശ്യമാകും എന്നത് പ്രപഞ്ച നിയമമാണല്ലോ. ഇങ്ങനെ ഉപദേശിച്ച് തൻ്റെ ഭൃത്യന്മാരെ വിഷ്ണു അസുരസഭയിലേക്ക് അയച്ചു. അസുരന്മാർ അഭ്യർത്ഥന നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ മൗനാനുവാദത്തോടെ മഹേശ്വരൻ തൻ്റെ അരികിലിരുന്ന ഭൂതത്തെ അസുരന്മാരുടെ അടുക്കലേക്ക് അയച്ചു. കാറ്റിനെ വെല്ലുന്ന വേഗത്തിൽ ഭൂതം അസുരന്മാരെ ചെന്ന് കണ്ട് കാര്യം ധരിപ്പിച്ചു. ഉടൻ തന്നെ വൈമനസ്യം കൂടാതെ അസുരന്മാർ തങ്ങളുടെ ആയുധങ്ങളുമേന്തി ത്രിമൂർത്തികളുടെ മുന്നിലെത്തുകയുണ്ടായി. വിരൂപന്മാരായിരുന്ന ദേവന്മാരെ കണ്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. മന്ദരപർവ്വതത്തെ വരുവാൻ അസുരന്മാർ യാത്രയായി. അവർ ആവോളം ശ്രമിച്ചു. പർവ്വതം ഉയർത്തി കുറച്ച് നടന്നപ്പോൾ അവർ ക്ഷീണിതരായിപ്പോയി. ഇനി വയ്യെന്ന മട്ടായി. അപ്പോൾ മഹാവിഷ്ണു അനന്തനെ പറഞ്ഞയച്ചു. അനന്തൻ മന്ദരത്തെ തൻ്റെ ഒരു ഭണത്തിൻ്റെ മുകളിലേറ്റിക്കൊണ്ട് വന്നു. ഭണീന്ദ്രൻ്റെ ശിരസിൽ ഒരു കടുകോളമേ വലിപ്പമുണ്ടായിരുന്നുള്ളൂ ആ പർവ്വതത്തിന്. അടുത്തതായി വാസുകിയെ കൊണ്ടുവരണം. ഭഗവത് നിയോഗമനുസരിച്ച് ഗരുഡൻ അതിന് തുനിഞ്ഞു. ആ മഹാസർപ്പത്തിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഗരുഡൻ അമ്പരന്നുപോയി. എന്നെ മെല്ലെ എടുത്തോളൂ എന്ന് വാസുകി പറഞ്ഞപ്പോൾ ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയ ഗരുഡൻ വാസുകിയെ കൊത്തിക്കൊണ്ട് പറന്നു. ആകാശമധ്യത്തിലെത്തിയപ്പോഴേക്കും വാസുകിയുടെ ഉടലിൻ്റെ നല്ലൊരു പങ്കും ഭൂമിയിൽ തന്നെ ഇഴയുന്നതാണ് കണ്ടത്. പറന്നിറങ്ങി 7-8 മടക്കി വാസുകിയെ കൊത്തിയെടുത്ത് ഉയരാൻ നോക്കി. ഗരുഡൻ്റെ ആ ശ്രമവും പരാജയപ്പെട്ടു. ഇങ്ങനെ പലവട്ടം പ്രയത്നിച്ചിട്ടും ഫലം കണ്ടില്ല. ആദിയും അന്തവുമില്ലാത്ത ഇവനെ എടുത്ത് പറക്കുക തന്നാൽ അസാധ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഗരുഡൻ ഭഗവാനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ശ്രീ പരമേശ്വരൻ അവിടെ എത്തി തൻ്റെ കൈകൾ കാട്ടി വാസുകിയെ വിളിച്ചു. ഉടൻ തന്നെ വാസുകി ഇഴഞ്ഞു ചെന്ന് മഹേശ്വരൻ്റെ കയ്യിൽ ഒരു വള പോലെ കിടപ്പായി. സന്നാഹങ്ങളെല്ലാം പൂർണ്ണമായതോടെ പാലാഴി മഥനം ആരംഭിച്ചു. മഹാവിഷ്ണു ദേവന്മാരുമായി ചേർന്ന് വാസുകിയുടെ തല പിടിച്ചു. അത് അസുരന്മാർക്ക് ഇഷ്ടമായില്ല. വാൽ പിടിക്കാൻ പറഞ്ഞത് അപമാനമായിട്ടാണ് അവർക്ക് തോന്നിയത്. ദേവന്മാർ അനുരഞ്ജനത്തിന് തയ്യാറായി. അങ്ങനെ അസുരന്മാർ വാസുകിയുടെ തലഭാഗവും ദേവന്മാർ വാൽഭാഗവും പിടിച്ച് പാലാഴി കടയാൻ തുടങ്ങി. വലിച്ചും അയച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയും നീക്കിയും മഥനം പുരോഗമിക്കവേ പെട്ടെന്നതാ പർവ്വതത്തിൽ ചുറ്റിയിരിക്കുന്ന ബന്ധമഴിഞ്ഞ് ഘോര ശബ്ദത്തോടെ മന്ദരം അലയാഴിക്കുള്ളിൽ താഴ്ന്നു തുടങ്ങി. എല്ലാവരും സങ്കടപ്പെട്ടു. നല്ലത് എന്താണിനി എന്ന് എല്ലാവരും ആലോചനയായി.
വന്നെത്തിയിരുന്നവരെല്ലാം അപ്പോൾ ഭഗവാനെ കേണുവിളിച്ച് സ്തോത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ.